ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നല്ലൊരു ഇലക്കറി ആയിട്ടാണ്. ഇതാ നമ്മുടെ മുരിങ്ങയുടെ ഇല. ചീരത്തോരൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ മുരിങ്ങയുടെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാലോ. മുരിങ്ങയിലും നമ്മുടെ അയേൺ, കാൽഷ്യം, പൊട്ടാസ്യം അങ്ങനെയുള്ള വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങി, അതുപോലെ അമിനോ ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ കുറേ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് കേട്ടോ നമ്മുടെ മുരിങ്ങ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിനായിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടു. പിന്നെ നമ്മുടെ ജീരകം, അതുപോലെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്ന മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതെല്ലാം കുറച്ച് അളവിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി എണ്ണയിൽ വഴറ്റിയെടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പരിപ്പാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഒന്ന് വേവിക്കാൻ വെക്കണേ. അത് വേവിച്ചോടെ മാറ്റി വെക്കണം. പിന്നെ ഈ തക്കാളിയും സവാളയൊക്കെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയുടെ ഇലയൊക്കെ എല്ലാവരും കറി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനും കുറേ വെറൈറ്റി ആയിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെയൊന്നും ഉണ്ടാക്കാതെ നമുക്കൊന്ന് മാറ്റി പിടിക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പോൾ തക്കാളിയും ഇതൊക്കെ വഴറ്റി മുളക് പൊടിയെല്ലാം അതിൽ പിടിച്ചു. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇലേനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും. അതല്ല എങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി നമുക്ക് അങ്ങ് വേവിച്ചെടുക്കാം. മുരിങ്ങയുടെ ഇലയിൽ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലവർക്ക് ഇതെന്തോ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ലൂസ് സ്റ്റോൾ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കൂടുതൽ കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ മുരിങ്ങയുടെ ഇലയ്ക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സായി നന്നായി ഒന്ന് കിടന്ന് യോജിച്ച് ഒന്ന് തിളക്കട്ടെ. കുറച്ച് നേരം നമുക്കിത് അടച്ചു വെച്ചൊക്കെ വേവിക്കാം. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി തിളയ്ക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെല്ലാം ഇങ്ങനെ കുറുക്കിയെടുക്കുവാണെങ്കിൽ അധികം വെള്ളമില്ലാതെ നമുക്ക് ചാറ് അധികം ഇല്ലാതെ ഇങ്ങനെ കുറുക്കിയെടുക്കാം. പരിപ്പും മുരിങ്ങയൊക്കെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ പരിപ്പിൽ കുറച്ചൊക്കെ പ്രോട്ടീൻ ഉണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു ഇലക്കറിയാണല്ലോ മുരിങ്ങ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം നന്നായിട്ട് കിട്ടും. അയണും കാൽഷ്യം എല്ലാം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇലക്കറികളൊക്കെ നമുക്ക് ആഴ്ചയിൽ 3-4 പ്രാവശ്യം അല്ലെങ്കിൽ ഡെയിലി ഒക്കെ ആണെങ്കിലും ചെറിയ അളവിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ലോ കാലറി വെജിറ്റബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ നമുക്കിത് നല്ലൊരു സൈഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെ കൂടുതലൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. വെയിറ്റ് കുറയ്ക്കാൻ മാത്രമൊന്നുമല്ല കേട്ടോ, നല്ല ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ അകറ്റാനും മുരിങ്ങയുടെ ഇല നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. BP, ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ നല്ലൊരു ഗ്രീൻ ലീഫ് വെജിറ്റബിളാണ് നമ്മുടെ മുരിങ്ങ. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. പിന്നെ കാൽഷ്യമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലും എല്ലാവരും മുരിങ്ങക്കറിയൊക്കെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.